ഒരു മാസം മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷനായ ജെഎൻയു വിദ്യാർത്ഥി നജീബിനെ കണ്ടെത്തുന്ന വിഷയത്തിൽ സർക്കാരും പോലീസും കാണിക്കുന്ന നിരുത്തരവാദപരമായ നിലപാടിൽ പ്രതിഷേധിച്ച് എസ്എസ്എഫ് സംഘടിപ്പിക്കുന്ന പ്രതിഷേധങ്ങൾക്ക് തുടക്കമായി. കോഴിക്കോട് കടപ്പുറത്ത് സംഗമിച്ച് സമരഗാനങ്ങൾ ആലപിച്ചാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടത്. സംഗമത്തെ അഭിമുഖീകരിച്ച് എം.ടി. ശിഹാബുദ്ദീൻ സഖാഫി പ്രസംഗിച്ചു. എവിടെയെന്ന് പറഞ്ഞിടൂ, അവനെവിടെയെന്ന് മൊഴിഞ്ഞിടോ. എവിടെയെന്ന് പറഞ്ഞിടൂ, അവനെവിടെയെന്ന് നജീബ് എവിടെയെന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഭരണകൂടത്തെയും നിയമപാലകരെയും നിരന്തരമായി പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷനായിട്ട് അദ്ദേഹം എവിടെയെന്ന് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കണ്ടെത്താൻ പോലീസിനോ ഇവിടത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഭരണകൂടത്തിനോ സാധിച്ചിട്ടില്ല എന്നത് ഏറെ ഗൌരവതരമായ ഒരു വിഷയമായിട്ടാണ് ഞങ്ങൾക്കിവിടെ ഉന്നയിക്കാനുള്ളത്. എന്തിനാണ് നമ്മൾ നിശബ്ദരായിരിക്കുന്നത്? ആരെയാണ് നമ്മൾ ഭയപ്പെടുന്നത്? നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്തിന്റെ അധികാര കസേരയിൽ ഇരിക്കുന്നു എന്ന് കരുതി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കും ദളിത് സമുദായത്തിൽപ്പെട്ടവർക്കും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സംജാതമാകുന്നുവെങ്കിൽ എന്തിനാണ് ആ അടിമത്തത്തെ പേറിക്കൊണ്ട് ഇവിടെ ജീവിക്കേണ്ടി വരുന്നത് എന്ന് പഴയ കാലഘട്ടത്തിലെ രക്തസാക്ഷികളുടെ നാമങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ട് ഉന്നയിക്കാൻ എസ്എസ്എഫ് ആഗ്രഹിക്കുകയാണ്. റിയാസ് ടി കെ, അക്ബർ സ്വാദിഖ് ഇരിങ്ങലൂർ, ജലീൽ അഹ്സനി കാന്തപുരം, റഷീദ് ഒടുങ്ങാക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു. വരും ദിവസങ്ങളിൽ ജില്ലയിൽ വ്യാപകമായി പരിപാടികൾ സംഘടിപ്പിക്കും.